Hi all, this is Meera. Welcome back to our channel. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിന്റെ എക്സസൈസ് 9.2 ആണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് മോണോമിയൽസ്. അതായത് ഇവിടെ പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഒരു പെയർ ഓഫ് മോണോമിയൽസ് ആണ് തന്നിരിക്കുന്നത്. ഇവ തമ്മിലുള്ള പ്രൊഡക്റ്റ് കണ്ടെത്താൻ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് കണ്ടെത്താം. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? 4ഉം 7b. അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു 7b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 ഇൻറ്റു p ആണ് 7b എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ 4 ഇൻറ്റു 7 ഇൻറ്റു p ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പർ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 4 7 4s are 28 ആണ്. അതിന്റെ കൂടെ ഈ p കൂടെ ചേർത്തെഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി 28p ആണ് ആൻസർ. ഓക്കെ, സെക്കൻഡ് വൺ -4pയും 7bയും ഇവയാണ് മോണോമിയൽസ്. ഇവയുടെ പ്രൊഡക്റ്റ് കാണാൻ. അപ്പൊ -4p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ഇൻറ്റു p എന്നാണ് അർത്ഥം. ഇതിന്റെ കൂടെ എന്താണ് ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 7b. 7b എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു p ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്പർ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 ഇൻറ്റു 4 ആണ് 28 ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 7 എന്നുള്ളത് പോസിറ്റീവ് നമ്പർ, 4 എന്നുള്ളത് നെഗറ്റീവ് നമ്പറുമാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ എന്താണ്? അതായത് പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിൾ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, തെറ്റിക്കരുത്. -28 ആണ്. ഇനി നമ്മൾ നോക്കുക p ഇൻറ്റു p. നമ്മൾ സാധാരണ എന്താണ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? 2 സ്ക്വയർ എന്ന് എഴുതും. അതുപോലെ ഇവിടെ എന്താണ്? p ഇൻറ്റു p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p സ്ക്വയർ ആണ്. അപ്പൊ p എത്ര പ്രാവശ്യം ഉണ്ട് അത് കൗണ്ട് ചെയ്ത് മുകളിൽ എഴുതിയാൽ മതി. അത് അത്ര ഓർത്താൽ മതി. ഇനി നെക്സ്റ്റ് നോക്കാം. -4p 7pq. ഓക്കെ, -4 ഇൻറ്റു p വന്നു ഇൻറ്റു 7 ഇൻറ്റു p ഇൻറ്റു q. ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്പർ പാർട്ട് നോക്കുക. 7 ഇൻറ്റു 4 വന്നു, 28 വന്നു, മൈനസും പ്ലസും ആണ്, മൈനസ് കൊടുത്തു. അപ്പൊ നമ്പർ പാർട്ടും അതിന്റെ സിമ്പിളും എല്ലാം കഴിഞ്ഞു. ഇനി നോക്കുക p 1 2 p ഉണ്ട്. അപ്പം p സ്ക്വയർ വന്നു. q എന്താണ്? ഒരെണ്ണേ ഉള്ളൂ, q കൊടുത്തു. അപ്പം പിയും ക്യൂവും കൂടെ ചേർത്തെഴുതി, അതായത് p ക്യൂബ് എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. p എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക, അത് പിയുടെ പവറായിട്ട് കൊടുക്കുക. q ഒന്നേ ഉള്ളൂ, q⁻1 എന്ന് പറയുന്നതാണ് q എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ -28p സ്ക്വയർ q ആണ്. ഓക്കെ, ഫോർത്ത് വൺ 4p -3q. ഇതെന്ത് വരും? 4 ഇൻറ്റു p ഇൻറ്റു -3 ഇൻറ്റു q. ഫസ്റ്റ് നമ്മൾ നമ്പർ പാർട്ട് ചെയ്യുവാണ്. 4 ഇൻറ്റു 3 4 3s are 12 ആണ്. ഇനി സിമ്പിൾ നോക്കുക. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യണം, മൈനസ് കൊടുക്കണം. ഓക്കെ, പിന്നെ പിയും ക്യൂവും അതുപോലെ എടുത്തെഴുതും. -12pq. ലാസ്റ്റ് വൺ 4p 0. അതായത് ഇവിടെ പറയുന്നത് 4 ഇൻറ്റു p ഇൻറ്റു 0. ഏതൊരു സംഖ്യ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? 0 ആണ്. 0 ആണ് ഇവിടുത്തെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Find the areas of rectangles with following pairs of monomials as their lengths and breadths respectively. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരം. ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ ഇതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുക? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ആണ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ഇത്രയും നമുക്കറിയാം. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Find the areas of rectangles with following pairs of monomials as their lengths and breadths. അപ്പോൾ ഇവിടെ പറയുന്ന ഫസ്റ്റ് കേസ് നോക്കുക. p and q. p and q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ p ആണ് ലെങ്ത്, q ആണ് ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്തും? p ഇൻറ്റു q അല്ലേ? അതായത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു എന്താണ്? എൽ ഇൻറ്റു ബി ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ കേസിലും എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നോക്കാം. ഇവിടുത്തെ ലെങ്ത് p ആണ്, ബ്രെഡ്ത്ത് q ആണ്. p ഇൻറ്റു q. p ഇൻറ്റു q എങ്ങനെ എഴുതാം? p q എന്ന് ചേർത്ത് എഴുതാം. p q ആണ് ഇവിടുത്തെ ഏരിയ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ കിട്ടി. സെക്കൻഡ് പാർട്ട് നോക്കാം. 10m and 5n. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്ത് 10m ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5n ഉം ആണ്. അപ്പം എൽ ഇൻറ്റു ബി, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? 10 ഇൻറ്റു m ഇൻറ്റു 5 ഇൻറ്റു n എന്ന് വരും. ഇത് തമ്മിൽ ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ ഇവിടെ എന്ത് വരും? ആദ്യം നമ്മൾ നമ്പർ പാർട്ടാണ് ചെയ്യേണ്ടത്. 10 × 5 10 × 5 50 വന്നു. പിന്നെ എം കഴിഞ്ഞു എഴുതി. അപ്പം എം എഴുതി എൻ എഴുതി 50 ml. അതാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. ഇനി തേർഡ് റെക്റ്റാങ്കിളിൻ്റെ കേസ് നോക്കാം. 20x² ആണ് ലെങ്ത്, 5y² ആണ് ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ എന്ത് വരും? 20 × x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x × x ആണ്, ഇൻറ്റു 5 × y² എന്ന് പറഞ്ഞാൽ 5 × 5. അപ്പോൾ ഇവിടെ എന്താണ്? 20 × 5 ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 100 വന്നു. ഇനി x 2 ടൈംസ് ആണ് x² എഴുതി, y 2 ടൈംസ് ആണ് y² എഴുതി. 100x² y² ആണ് ഇവിടുത്തെ ഏരിയ. ഓക്കെ, ഫോർത്ത് വൺ നമുക്കറിയാം ലെങ്ത് 4x ബ്രെഡ്ത്ത് 3x² ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × x ആണ് 4x ഇൻറ്റു 3 × x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ 2 ടൈംസ് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ നമ്പർ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 × 3 12 വന്നു. ഇനി എക്സ് എത്ര ടൈംസ് ഉണ്ട്? 1 2 3 ടൈംസ് ആണ്. അപ്പം പവറായിട്ട് x3 കൊടുത്തു, x³ എന്ന് പോകും. അപ്പോൾ 12x³ ആണ് ഈ ഫോർത്ത് കേസിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ലാസ്റ്റ് വൺ നോക്കാം. 3mn ആണ് ഈ കേസിൽ. ലെങ്ത് എന്ന് പറയുന്നത് 3mn ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4mb ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുക. അപ്പം 3 × m × n ഇൻറ്റു 4 × n × p എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 4 × 3 4 3s 12 ആണ്, 12 കൊടുത്തു. ഇനി m ഇവിടെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് m എഴുതി. n ഇവിടെ എത്ര ടൈംസ് ഉണ്ട്? 1 2, അതുകൊണ്ട് 2 പവറായിട്ട് കൊടുത്തു, n² എന്ന് വന്നു. പിന്നെ ഇനി p ഉണ്ട്, p ഒന്നേ ഉള്ളൂ കൊടുത്തു. 12mn² p ആണ് ഈ ലാസ്റ്റ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബോക്സസ് വിത്ത് ദ ഫോളോയിങ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം, വ്യാപ്തം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റെക്റ്റാങ്കുലർ ബോക്സ്, ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ട്. ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വോളിയം എങ്ങനെയാണ് കണ്ടെത്തുക? വോളിയത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന വാല്യൂസ് ആണ് ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം കാണാനാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതണം വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത് B = L × B × H ആണെന്ന് എഴുതണം. അപ്പോൾ ഇതാണ് L, ഇതാണ് B, ഇതാണ് H. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ഇതിൻ്റെ പ്രൊഡക്റ്റല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് 5a എന്ന് പറഞ്ഞാൽ 5 × a വന്നു, ഇൻറ്റു 3a². 3a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × a × a ഇൻറ്റു 7a⁴. 7a⁴ മീനിങ് 7 × a 4 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വോളിയം കാണേണ്ട ആ ഒരു ഇക്വേഷനിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്പർ പാർട്ട് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, 7 × 3 7 3s 21 ആണ്. 21 × 5 5 5 2s 10 വന്നു, 105 വന്നു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ വന്നിരിക്കുന്നത് എ ആണ്, എ തന്നെയാണ് കണ്ടിന്യൂസ് വന്നിരിക്കുന്നത്. ഇതിനി കൗണ്ട് ചെയ്ത് അതിൻ്റെ പവറായിട്ട് എഴുതിയാൽ മതി. 1 2 3 4 5 6 7 7 ടൈംസ് ഉണ്ട്, a⁻7 വന്നു. അപ്പോൾ 105 a⁻7 ആണ് ഇതിൻ്റെ വോളിയം. സെക്കൻഡ് കേസ് നോക്കുക, 2p എന്ന് പറഞ്ഞാൽ 2 × p ഇൻറ്റു 4q 4 × q ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 × r ആണ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് 4 2s 8 ആണ്, 8 × 8 64 വന്നു. പിന്നെ p ഒന്നേ ഉള്ളൂ, q r 64 pqr ആണ് ഇതിൻ്റെ വോളിയം. തേർഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ലെങ്ത് xy ആണ്. xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x × y വന്നു. ഇനി അതിൻ്റെ ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 2x²y, അതായത് എന്താണ്? 2 × x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു y കൊടുത്തു, ഇൻറ്റു ഇനി അടുത്ത് തന്നിരിക്കുന്നത് 2xy² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × x ഒരു ടൈംസ് ആയേ ഉള്ളൂ, y × y, അതാണ് y² എന്ന് പറയുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്പർ പാർട്ട് ഫസ്റ്റ് ചെയ്യുന്നത് 2 × 2 2 2s 4 ആണ്. ഇനി എക്സിൻ്റെ കേസ് നോക്കിയാൽ 1 2 3 4, അപ്പം 4 ടൈംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ x⁴ കൊടുത്തു. നെക്സ്റ്റ് ഇനി y ആണ് വേരിയബിൾ. 1 2 3 4 y⁴ വന്നു.
അപ്പോൾ ഇവിടുത്തെ റെക്ടാങ്കുലർ ബോക്സിൻ്റെ വോളിയം 4x⁴ y⁴ ആണ്. അപ്പോൾ ലാസ്റ്റ് വൺ നോക്കാം. ലെങ്ത് എ വന്നു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ് 2b, അതായത് 2 × b ഇൻറ്റു 3c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × c. ഇവിടെ എന്ത് വരും? 3 2s are 6 വന്നു, എ ബി സി, 6 ABC ആണ് ഇതിൻ്റെ വോളിയം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ പ്രൊഡക്റ്റ് ഓഫ്. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ഈ മോണോമിയൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിച്ചെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുക. ഫസ്റ്റ് പാർട്ട് തന്നെ XY YZ ZX ഇവയെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x × y ഇൻറ്റു YZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y × z, y × z ഇൻറ്റു z ഇൻറ്റു x. അപ്പോൾ ഇതിൽ നമ്പർ പാർട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? x എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1 2 x² വന്നു. ഇനി അടുത്തത് y ആണ്, y 2 ടൈംസ് ആണ്, അതുകൊണ്ട് y² വന്നു, ദെൻ z². ഇവിടുത്തെ ആൻസർ എന്താണ്? x² y² z². ഇവിടുന്ന് തന്നെ നമുക്കറിയാം x 2 ടൈംസ് ആണ്, y 2 ടൈംസ് ആണ്, z 2 ടൈംസ് ആണ്. x² y² z². സെക്കൻഡ് പാർട്ട് a - a² a³. അപ്പോൾ ഫസ്റ്റ് a ഉണ്ട്, a ഇൻറ്റു, ഇനി ഇവിടെ നോക്കി -a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? -1 × a². ഇവിടെ നോക്കാം, ഇവിടെ കോഎഫിഷ്യൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പം -1 × a². ഇവിടെ -1 എഴുതി, ഇൻറ്റു a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a × a ഇൻറ്റു അടുത്ത എന്താണ്? a³ എന്ന് പറഞ്ഞാൽ a 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക ഈസ് ഈക്വൽ ടു. ഇപ്പോൾ ഇവിടുത്തെ നമ്പർ പാർട്ടില്ലേ -1 ഉണ്ട്. ഇനി a എത്ര ടൈംസ് ഉണ്ടെന്ന് എണ്ണിയാൽ പോരെ? 1 2 3 4 5 6. അപ്പോൾ a⁻6 വന്നു. അപ്പം -1 a⁻6 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -a⁻6. അതായത് കോഎഫിഷ്യൻ്റ് 1 ആണെങ്കിൽ അവിടെ 1 കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം -a⁻6 വന്നു. ഓക്കെ, നെക്സ്റ്റ് 2 ഇൻറ്റു 4y എന്ന് പറയുമ്പോൾ 4 × y വന്നു, ഇൻറ്റു 8y². 8y² എന്ന് പറയുമ്പം 8 × y × y ഇൻറ്റു 16 × y³ എന്ന് പറയുമ്പോൾ y × y × y. ഫസ്റ്റ് നമ്പർ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 2s are 8, 8 × 8 64 വന്നു. അപ്പോൾ 64 × 16 ചെയ്യണം. 64 × 14 ചെയ്യുക. 6 4s are 24 വന്നു, ഇവിടെ 6 വന്നു. 4 × 1 4, 6 × 6 36 വന്നു. 40 ആയിട്ട് ആഡ് ചെയ്യുമ്പം 4 2 10, അതായത് 1024 വരും. 1024 ആണ് അടുത്ത നമ്പർ പാർട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ y എത്ര എണ്ണം ഉണ്ടെന്ന്, y മാത്രമേ ഉള്ളൂ വേരിയബിൾ ആയിട്ട്. 1 2 3 4 5 6. അപ്പം y⁻6 വരും. 1024 ആൻഡ് 1024 y⁻6 ആണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്. ഫോർത്ത് പാർട്ട് നോക്കാം. a 2b 3c 6abc. ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താം. എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഈ നമ്പർ പാർട്ട് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 2s are 6, 6 × 6 36 വന്നു. അപ്പം നമ്പറിൻ്റെ പാർട്ടെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്ന ഫസ്റ്റ് a എന്ന വേരിയബിൾ എത്ര എണ്ണം ഉണ്ട്? 1 2 a² വന്നു. ബിയുടെ കേസ് നോക്കുക, 1 2 സ്ക്വയർ കൊടുത്തു. അടുത്ത c ആണ് 1 2, അപ്പം c². അപ്പം 36 a² b² c². ഇതാണ് ആൻസർ. പക്ഷെ നമുക്ക് സ്റ്റെപ്സ് കൂടെ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് എഴുതുന്നത്? a × 2 × b × 3 × c × 6 × a × b × c. ഇത് നമ്മൾ 3 2s are 6, 6 × 6 36 വന്നു. a നമ്മൾ നോക്കി 1 2 a² കൊടുത്തു. ബിയുടെ കേസിൽ 1 2 b² കൊടുത്തു. സിയുടെ കേസിൽ 1 2 c² കൊടുത്തു. ഓക്കെ, ലാസ്റ്റ് വൺ m - mn mnp. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് -1 × mn ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം -1 കൊടുത്തു. ഇനി എന്താണ് വരിക? m 1 2 3. അപ്പോൾ m³ വന്നു. എന്നിൻ്റെ കേസിൽ 1 2 n² കൊടുത്തു. p ഒന്നേ ഉള്ളൂ, p വന്നു. അപ്പോൾ ഈ -1 × കേസിൽ ഈ 1 ഒഴിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? -n³ n² p എന്ന് കൊടുക്കാം. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? m × -1 × m × n × m × n × p.
ഇനി നമ്മൾ ചെയ്യുന്നത് -1 ഫസ്റ്റ് കൊടുത്തു. എമ്മിൻ്റെ കേസിൽ 1 2 3 എം ക്യൂബ് വന്നു. എന്നിൻ്റെ കേസിൽ 1 2 എൻ സ്ക്വയർ വന്നു. പി എഴുതും. അപ്പം -m³ n² p എന്ന്.